ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് റവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരപ്പമാണിത്. ഇത് തയ്യാറാക്കാനായിട്ട് വെറും 10 മിനിറ്റ് മാത്രം മതി. ഇപ്പോൾ അരിയൊന്നും വെള്ളത്തിലിടാനോ അരയ്ക്കാനോ ഒന്നും പറ്റിയില്ല, നമ്മൾ മറന്നുപോയി. അപ്പോൾ നമുക്ക് രാവിലെ ഇൻസ്റ്റൻ്റായിട്ട് ഇതേപോലെയൊക്കെ അപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അധികം സമയം കളയാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഈ റവയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് വറക്കാത്ത റവയാണ്. നിങ്ങളുടെ കയ്യിലിപ്പോൾ വറുത്ത റവയാണ് ഉള്ളതെങ്കിൽ അതായാലും എടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതിനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കിനി ഒരു ബൗളിലോട്ട് ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഈ മാവ് അരയ്ക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇതിനി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാവൊക്കെ ഒന്ന് നോക്കാം. കണ്ടോ, നല്ലതായിട്ട് പൊങ്ങി വന്നേക്കുന്നത് കണ്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് ഇനി അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഓരോന്നും ചുട്ടെടുക്കാം. കണ്ടോ, നല്ല ഹോൾസൊക്കെ വീണിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ നല്ല സൂപ്പർ അപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ പഞ്ഞി പോലത്തെ റവയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.